നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധത CSRന്റെ ഭാഗമായി ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് രാജീവ് ഗാന്ധി എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായ VK അബ്ദുൽ ഖാദർ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഡൗൺ സിൻഡ്രോം ബാധിതരായ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെങ്ങനിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. അധ്യാപിക ബിന്ദു കിഷോർ ദിനാചരണ സന്ദേശം നൽകി. വാർത്തകൾ വിശദമായി. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധത CSRന്റെ ഭാഗമായി ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ കുട്ടികളും ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട്. എന്നാലും നമുക്ക് ഫണ്ടിന്റെ അങ്ങനെയൊക്കെ ലിമിറ്റേഷൻ ഉള്ളത് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ചെറിയ എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് തൃശ്ശൂർ എടുക്കാൻ ഒരുപാട് ഇൻഡസ്ട്രീസും പബ്ലിക് സെക്ടർ ബാങ്ക്സും ഒരുപാട് മേഖലകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് CSRമായിട്ട് സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കാര്യം ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലാപ്ടോപ്പിൻ്റെ റിക്വസ്റ്റ് വന്നത്. അത് കാരണം ലാബും മറ്റ് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് ടീച്ചേഴ്സ് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കുമായിട്ട് ബന്ധപ്പെടുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ രംഗനെ വിളിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇതിനെന്തായാലും ചെയ്യാൻ സാധിക്കുമെന്ന് ഉച്ചയ്ക്ക് വിളിച്ച് ഒരു 1 hour കഴിഞ്ഞിട്ട് തിരിച്ച് വിളിച്ചിട്ട് അതെന്തായാലും ചെയ്യാൻ സാധിക്കുമെന്ന് അറിയിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ പർച്ചേസ് ചെയ്യും, എല്ലാം റെഡിയാക്കിയിട്ട് തരുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, എല്ലാ ടീച്ചേഴ്സും ഉണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു കൂട്ടായ ഒരു പ്രവർത്തനം തന്നെയാണ് ഈ സ്കൂളിൽ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് ഗണിത ലാബിലേക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ കളക്ടർക്കുള്ള വിദ്യാലയോപഹാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്റർ കൈമാറി. സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കുള്ള വിദ്യാലയോപഹാരം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. VHSC വിഭാഗം പ്രിൻസിപ്പൽ DS മനു, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജനറൽ മാനേജറും റീജിയണൽ ഹെഡുമായ VR രേഖ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പ്രീതി വർഗീസ്, ഹെഡ്മാസ്റ്റർ CS രാജു, PTA പ്രസിഡന്റ് MS അലക്സി, SMC ചെയർമാൻ PA ഷമീർ, VH ഹുസൈൻ, KM രേഖ, K ഹേമ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് രാജീവ് ഗാന്ധി എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായ VK അബ്ദുൽ ഖാദർ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇദ്ദേഹം 2 ദിവസം ഫ്രീസറിൽ കിടന്ന് നോക്കി ഇവരാരെങ്കിലും വരാൻ പറ്റുമെന്ന്. അവർക്ക് വരാൻ പറ്റിയില്ല. വേണ്ടാന്ന് വെച്ചിട്ടല്ല, അച്ഛനെ കാണാന്ന് വെച്ചിട്ടല്ല, അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് എവിടുന്നാണ് ലണ്ടനിൽ നിന്ന് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനമായി. ലണ്ടനിൽ നിന്ന് വരാൻ പറ്റിയില്ല എന്ന് മാത്രം സമാധാനം. കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടിച്ചാളെ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ള സന്ദർഭത്തിൽ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും ആവശ്യമായ കാര്യം. അബ്ദുൽ സാഹിബിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എണ്ണി എല്ലാ സ്ഥലത്തും പറയാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം തന്നെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നാം, അല്ലെങ്കിൽ ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പ്രസംഗിക്കേണ്ട വിഷയമല്ല. പക്ഷേ ഈ കുടുംബങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ചെറിയ നന്മകൾ, ആ നന്മകൾ വലിയ കാര്യമായി കാണുന്ന കുടുംബങ്ങളുമായി കോൺഗ്രസ്സുകാർ ബന്ധം നിലനിർത്തണം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വീട്ടിലും കയറി ഒരു സ്ലിപ്പ് കൊടുത്തുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അങ്ങനെയല്ല കാര്യങ്ങളൊക്കെ പോകുന്നത്.
ഷനിൽ പെരുവനം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, പ്രസാദ് കിഴക്കൂട്ട്, പ്രവീണാഞ്ചേരി, കെ രാമചന്ദ്രൻ, സി കെ ഭരതൻ, സി കെ വിനോദ്, ഷാജി ആദം, ജോർജ് ആൻഡോ, പി എച്ച് ഉമ്മർ, ധന്യ സുനിൽ, അനിത സി, അൽഫോൺസ പോൾസൺ, വിമൽ കെ എസ്, വിദ്യ രമേശ്, റജുല ബഷീർ, രഞ്ജീഷ് വല്ലത്ത്, ജെൻസൺ ജോർജ്, സലീം വലിയകത്ത് എന്നിവർ പങ്കെടുത്തു. ഡൗൺ സിൻഡ്രോം ബാധിതരായ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെങ്ങനിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. അധ്യാപിക ബിന്ദു കിഷോർ ദിനാചരണ സന്ദേശം നൽകി. സിൻഡ്രോം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യാൻ, ഇംപ്രൂവ് അവർ സപ്പോർട്ട് സിസ്റ്റം ആണ്. നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം എല്ലാ രംഗങ്ങളിലും, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഡാപ്റ്റ് സൊസൈറ്റിക്കും എല്ലാ അംഗങ്ങൾക്കും ആശംസകൾ. ലോക ഡൗൺ സിൻഡ്രോം ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് എ വി സണ്ണി, വൈസ് പ്രസിഡന്റ് എം വക്കച്ചൻ, ജോയിന്റ് സെക്രട്ടറി വർഗീസ് അക്കര, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, നാട്ടുകാരെന്നിവർ പങ്കെടുത്തു. ഈ ലോകത്തിലുള്ള ഡൗൺ സിൻഡ്രോം ബാധിതരായ കുട്ടികളോട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ ജീവിതത്തിലേക്ക് കൈപ്പിടിക്കേണ്ട ആവശ്യകത എന്നിവയെല്ലാം നമ്മുടെ മനസ്സിലും വരും കാലങ്ങളിലെല്ലാം ഉണ്ടായിരിക്കണം. അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണം എന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദിനാചരണം ലോകാരോഗ്യ സംഘടനയെല്ലാം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായാണ് നമ്മളും പങ്കുചേരുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന ചേർപ്പ് സമിതി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ഭാഗ്യനാഥൻ, ചേർപ്പ് പഞ്ചായത്ത് സെക്രട്ടറി എ വി മുംതാസ് എന്നിവർ ക്ലീനിംഗ് ഡ്രൈവിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് വ്യാപാരി വ്യവസായികൾ വൃത്തിയാക്കിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. തായംകുളങ്ങര, ചേർപ്പ്, പെരുമ്പള്ളിശ്ശേരി എന്നിവിടങ്ങളിൽ വ്യാപാരി വ്യവസായികൾ കടകൾ വൃത്തിയാക്കി. ചേർപ്പ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക വദനാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സാന്ത്വനം ബഡ് സ്കൂളിൽ ദന്ത പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, ബ്ലോക്ക് മെമ്പർമാരായ എൻ ടി സജീവൻ, റോസ്ലി ജോയ്, ടി കെ ഗീത, സാന്ത്വനം ബഡ് സ്കൂൾ പ്രധാനാധ്യാപിക കെ ആർ ശോഭ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CHC സെന്റർ വിഭാഗം ഡോക്ടർ ആതിര ക്യാമ്പിന് നേതൃത്വം നൽകി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വാർഡ് 2-ലും പഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വാർഡ് മെമ്പർ ഇ വി ഉണ്ണികൃഷ്ണൻ, സുരേഷ് മൈമ്പിള്ളി, തൊഴിലുറപ്പ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് ചേർപ്പ് പഞ്ചായത്ത് വാർഡ് 2-ലെ സത്യം പറഞ്ഞാൽ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ചാലിൽ അത്രയധികം വേസ്റ്റ് കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഒരു പ്രശ്നം തോന്നും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുള്ളതാണ്. എന്നിരുന്നാൽ പോലും തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചാല് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു വേസ്റ്റിനാളൊരു മാർഗ്ഗമായിട്ട് ദയവ് ചെയ്തിട്ട് കാണരുത്. നമ്മളുടെ പരിസരം പോലെ തന്നെ നിങ്ങളത് കണ്ടിരിക്കണം. ഇനിയും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നൊരു അപേക്ഷ കൂടിയുണ്ട്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ പരമാവധി ഇവിടെ എല്ലാ ഭാഗത്തും ഞങ്ങൾ ക്ലീൻ ചെയ്യേണ്ടത്, 2-ാം ഭാഗത്ത് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഒരു മാലിന്യം വലിച്ചെറിയുമ്പോൾ അത് ഇന്ന സ്ഥലങ്ങളിലേക്ക് എത്തും. അതൊരു വലിയ ബുദ്ധിമുട്ടാകും, നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിന്റെ നേതൃത്വത്തിൽ കടുത്ത വേനലിൽ വലയുന്ന പക്ഷിമൃഗാദികൾക്ക് വാർഡിലെ വീടുകളിൽ സ്ഥാപിക്കാനുള്ള കുടിനീർ പാത്ര വിതരണവും അങ്ങാടി കുരുവി ദിനാചരണവും സംഘടിപ്പിച്ചു. തൃശൂർ YMCA ട്രഷറർ ജോജു മഞ്ഞില കുടിനീർ പാത്രത്തിലേക്ക് ജലം പകർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അരിമ്പൂർ പല്ലനൌസേപ്പിന്റെ വസതിയിലെ ജൈവ പന്തലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഓരോ വർഷവും 100 വീടുകളിൽ കുടിനീർ പാത്രം വിതരണം നടത്തിവരുന്നുണ്ട്. ഈ വർഷത്തോടുകൂടി വാർഡിലെ എല്ലാ വീടുകളിലും കുടിനീർ പാത്ര വിതരണം എത്തിച്ചിരിക്കുകയാണ്. യോഗത്തിൽ DFA ജില്ലാ കമ്മിറ്റി മെമ്പർ റോയ് മാത്യു, ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, അംഗൻവാടി അധ്യാപകരായ അഞ്ജു KB, സതീരംഗൻ, ഹെൽപ്പർമാരായ ഗീത, നിമ്മി, ദേവദാസ് കൊട്ടേക്കാട്ട്, ലൂയിസ് താനിക്കൽ എന്നിവർ സംസാരിച്ചു. വിൻസെന്റ് കുണ്ടുകുളങ്ങര,
അൽഫോൺസ് ഔസേപ്പ്, രേണുക റിജു, ജിമ്മി തട്ടിൽ, ബിജു ബാബു, സിമി ബിജു, ഏഞ്ചൽ എന്നിവർ നേതൃത്വം നൽകി. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിൽ. ഏങ്ങണ്ടിയൂർ സ്വദേശി 36 വയസ്സുള്ള അഖിലാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം നിരോധിത ലഹരി വസ്തുക്കൾ, അനധികൃത മദ്യം എന്നിവയുടെ നിർമ്മാണം, സംഭരണം, വിപണനം എന്നിവ തടയുന്നതിനായി തൃശൂർ റൂറൽ ജില്ലയിൽ കേരള പോലീസിന്റെ ജനമൈത്രി സുരക്ഷാ സമിതി, കടലോര ജാഗ്രതാ സമിതി, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നിവയിലെ അംഗങ്ങളുടെയും റെസിഡൻസ് അസോസിയേഷൻ, അയൽക്കൂട്ടങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെയും സഹായത്തോടെ നടന്നുവരുന്ന ജനകീയം ഡി ഹണ്ടിങ്ങിന്റെ ഭാഗമായി വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബുധനാഴ്ച നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിലായത്. ചേറ്റുവ കടവിലുള്ള റോഡിനരികിൽ കല്ലുമ്മക്കായ കക്കയിറച്ചി വിൽപ്പന നടത്തുന്നതിന്റെ മറവിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഹാഷിഷ് ഓയിൽ ഇയാളിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സുനീഷ് NR എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയോര ജാഥ സംഘടിപ്പിച്ചു. MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബേബി മാത്യു കാവുങ്കൽ, ഡെന്നിസ് K ആന്റണി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് PA മാത്യു, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബേബി നെല്ലിക്കുഴി, ഷാജി ആനത്തോട്ടം, പോളി റാഫേൽ, തോമസ് മായാലി, ജൂലിയസ് ആന്റണി, ജോസ് മുതുകാട്ടിൽ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറിഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സഹകരണ ചട്ടം 43B ഭേദഗതി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ അന്ത്യം കുറിക്കുന്ന കരിനിയമമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. UDF അധികാരത്തിൽ വന്നാൽ ഈ കരിനിയമങ്ങൾ പിൻവലിച്ച് സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സഹകരണ ജനാധിപത്യ വേദി തൃശൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്ക് റീജിയണൽ ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താലൂക്ക് ചെയർമാൻ സുനിൽ അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചെയർമാൻ MK സലാം മുഖ്യപ്രഭാഷണം നടത്തി. രാജേന്ദ്രൻ അരങ്ങത്ത്, A പ്രസാദ്, TK പൊറിഞ്ചു, MS ശിവരാമൻ, AG രവീന്ദ്രൻ, AK രമേശ്, പോൾസൺ ആലപ്പാട്ട്, ബൈജു വർഗീസ്, ജോസ് പാലോക്കാരൻ, ലീല രാമകൃഷ്ണൻ, ED സാബു, സത്യഭാമ ടീച്ചർ, KN വിജയകുമാർ, വിപിൻ വടേരിയാറ്റിൽ, PF ഷാജു, ഗിരീഷ് തോപ്പിൽ, ജിജോ മണ്ണുത്തി എന്നിവർ സംസാരിച്ചു. ദേശമംഗലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് സ്റ്റോപ്പ് ഇടിച്ചു തകർത്തു. ചെറുതുരുത്തി സ്വദേശിയായ യുവാവ് സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലെ സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതിനാൽ യുവാവ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ചെറുതുരുത്തി ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് അതിവേഗം ഇടിച്ചു കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കാറിലെ എയർ ബാഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതിനാൽ യുവാവ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്നു. ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. വടക്കാഞ്ചേരിയിൽ അച്ഛനും മകനും വെട്ടേറ്റു. തിരുത്തിപ്പറമ്പ് സ്വദേശികളായ മോഹനൻ, മകൻ ശ്യാം എന്നിവർക്കാണ് വെട്ടേറ്റത്. നിരവധി കേസുകളിൽ പ്രതിയായ രതീഷും സംഘവുമാണ് ആക്രമിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബുധനാഴ്ച രാത്രി 8 മണിക്കായിരുന്നു സംഭവം. രതീഷും സംഘവും മോഹനന്റെ വീട്ടിലെത്തി മകൻ ശ്യാമിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു. ശ്യാമിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ചെന്നതായിരുന്നു മോഹനൻ. ഇതോടെ സംഘം മോഹനനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മോഹനന്റെ കുടുംബവുമായി രതീഷിന് നേരത്തെ തർക്കം നിലനിന്നിരുന്നതായി പറയുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ആക്രമണം. സംഭവത്തിന് ശേഷം രതീഷും സംഘവും ഒളിവിൽ പോയി. പൂത്തറയ്ക്കൽ പെരുമ്പുള്ളിശ്ശേരി വീട്ടിൽ PA സുന്ദരൻ നിര്യാതനായി. 71 വയസ്സായിരുന്നു. ഭാര്യ ശാന്ത, സജിത, സനിത, സജയൻ എന്നിവർ മക്കളും. അരുൺ ബാബു, സുരേഷ് ബാബു, രാഗി എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8310 രൂപ.
പവന് 66,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധത CSRന്റെ ഭാഗമായി ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് രാജീവ് ഗാന്ധി എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായ VK അബ്ദുൽ ഖാദർ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഡൗൺ സിൻഡ്രോം ബാധിതരായ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെങ്ങനിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. അധ്യാപിക ബിന്ദു കിഷോർ ദിനാചരണ സന്ദേശം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ തീരുന്നു. നമസ്കാരം.